This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് നോക്കുന്നുണ്ടായത് അല്ലേ. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ദേ ഓൾ ആർ കമ്മിങ് അണ്ടർ യൂണിയൻ എക്സിക്യൂട്ടീവ്. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വരുന്നത് അല്ലേ. സോ വൺ മോർ ഈസ് ദർ, ഇറ്റ് ഈസ് ദി അറ്റോർണി ജനറൽ. സോ നമുക്കൊരു അറ്റോർണി ജനറൽ ഉണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടാവും ഓരോരു സ്റ്റേറ്റ് വൈസ്. അറ്റോർണി ജനറൽ ആണ് സെൻട്രൽ ആയിട്ട് നമുക്ക് ആസ് എ കൺട്രി വൈസ് ആയിട്ട് ഒരാളുണ്ടാവും അല്ലേ. സോ അറ്റോർണി ജനറൽ ഈസ് ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓർ ദി ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഹിസ് ഡ്യൂട്ടി ഷാൾ ബി to give advice on such legal matters and to perform such other duties of a legal character as many from time to time be referred or assigned to him by the president. So അപ്പോൾ attorney general is the highest law officer of the country and his duty shall to give advice on the legal matters. അപ്പോൾ ഗവൺമെന്റിന് നിയമപരമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് അറ്റോർണി ജനറൽ. ഓക്കെ, സ്റ്റേറ്റ് വൈസ് ആകുമ്പോൾ അവിടെയും ഉണ്ട് അഡ്വക്കേറ്റ് ജനറൽസ് ഒക്കെ. ഓക്കെ, സോ അതിൽ വരുന്ന ഡ്യൂട്ടീസ് ആണ് പെർഫോം സച്ച് ആസ് ഓൾസോ ടു give advice on legal matters as well as to perform other duties of a legal character as many from time to time be referred or assigned to him by the president. പ്രസിഡന്റ് മായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള ലീഗൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ നിയമ സ്വഭാവമുള്ള ഡ്യൂട്ടീസൊക്കെ ടേക്ക് ഓവർ ചെയ്ത് അത് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അഡ്വൈസുകൾ കൊടുക്കുക എന്ന ഒരു ഡ്യൂട്ടിയാണ് അറ്റോർണി ജനറലിനുള്ളത്. He must have the same qualifications as are required to be a judge of the Supreme Court. So usually നമ്മൾ while looking on to the president, vice president, prime minister, നമ്മൾ നോക്കുന്ന ഫസ്റ്റ് വാട്ട് ഈസ് ഈ പൊസിഷൻ, വാട്ട് ഈസ് ദ ആ പൊസിഷൻ്റെ മെയിൻ ഔട്ട്ലുക്ക്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പോൾ എന്താണ് ആ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ ദി ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ടു attain in that position, how these positions are, or how the citizens are elected to these particular positions. അപ്പോൾ അതിന് elections ഉണ്ടോ, so what are the procedure, if there is any oath, so what is there, whether ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഓഫീസ്, വാട്ട് ഇസ് ദ ടേം ഓഫ് ദ ഓഫീസ്, ഈ കാര്യങ്ങൾ സിമിലർ കാര്യങ്ങൾ അറ്റോർണി ജനറലിനും ഉണ്ട്. സോ ഹിയർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ അറ്റോർണി ജനറൽ ഈസ് യു മസ്റ്റ് ഹാവ് ദ സെയിം ക്വാളിഫിക്കേഷൻസ് ആസ് റിക്വയർഡ് ടു ദി ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ജഡ്ജ് ആവാൻ വേണ്ട എന്താണ് ക്വാളിഫിക്കേഷൻ, സെയിം ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെയും വേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് സിലബസിൽ. Then coming to the term of office of the Attorney General, it is not fixed by the Constitution. So it is not fixed like 5 years, 2 years, 3 years, or 10 years. It is not fixed by the Constitution. However, the President can anytime remove the Attorney General from his office. Okay. The Attorney General once appointed, there is no such term for his office. The President can remove him at any time from the office. And usually the Attorney General resigns when the government resigns. സാധാരണയായിട്ട് നമുക്കറിയാം, ഈ ഒരു ഹയസ്റ്റ് റാങ്കിൽ ഒഫീഷ്യൽസ് എല്ലാം ഒരു ഗവൺമെൻറ് മാറുമ്പോൾ റിസൈൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവരെ മാറ്റി പുതിയ ആളെ നിയമിക്കാറുണ്ട് എന്നൊക്കെ നമുക്കറിയാം. സ്റ്റേറ്റ് വൈസ് ആയാലും ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, സെൻട്രൽ വൈസ് ആയാലും അങ്ങനെ തന്നെയാണ്. സോ യൂഷ്വലി അറ്റോർണി ജനറൽ റിസൈൻസ് when the government resigns. The Attorney General has a right to speak and take part in the proceedings of the Parliament. അപ്പോൾ പാർലമെന്റ് പ്രൊസീഡിങ്സിൽ സംസാരിക്കാനും അതിൻ്റെ അതിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കാനുള്ള റൈറ്റ് നമുക്ക് അറ്റോർണി ജനറലുണ്ട്. ബട്ട് ഈസ് നോ റൈറ്റ് ടു വോട്ട് ഇൻ ദ പാർലമെന്റ്. ഈസ് നോ റൈറ്റ് ടു വോട്ട് ഇൻ ദ പാർലമെന്റ്. എവിടെയുള്ള വോട്ടിങ്ങിൽ അയാൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് അതർ പ്രൊസീഡിങ്സിലും അല്ലെങ്കിൽ അതർ വേറെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഈസ് ഹാവിങ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പാർലമെന്റ്, ബട്ട് ഈസ് നോട്ട് ഗിവൺ ദ റൈറ്റ് ടു വോട്ട്. ഇപ്പോൾ അതൊരു ആർട്ടിക്കിൾ, ഇതൊക്കെ ഡിഫറെൻ്റ് ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ ഞാനത് പോയിന്റ് വൈസ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ഓരോ ആർട്ടിക്കിളാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ പാർലമെന്റ്.
അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ചിട്ടാണ് അടുത്ത കാര്യം പറയുന്നത്. സോ പാർലമെൻറ്റിനെ നമ്മൾ യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് എവർ വി ആർ ഡിസ്കസിങ് നൗ ഈസ് അബൌട്ട് ദി യൂണിയൻ എക്സിക്യൂട്ടീവ്. നമ്മൾ ഇത്ര നാളും കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. സോ നൗ യൂണിയൻ ലെജിസ്ലേച്ചർ. Okay, the union legislature is called parliament, which occupies the central position in our democratic political system. Okay, which occupies the central position in our democratic political system. So Article 79 to Article 122 of the Constitution deal with the organization, composition, duration, officers, procedures, privileges, powers, and so on of the parliament. So parliament means it consists of 2 houses, that is Lok Sabha and Rajya Sabha. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പോസിഷൻ ആണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് പാർലമെന്റ്. സോ അവർ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ. അപ്പോൾ ഇത്രയും അടങ്ങുന്ന, ഇത്രയും ബോഡീസ് അടങ്ങുന്ന ഒരു 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 ആ ഒരു ഓർഗാനെയാണ് നമ്മളെന്ത് പറയുന്നത്, പാർലമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, രാജ്യസഭ ആൻഡ് ലോക്സഭ. രാജ്യസഭ ലോക്സഭ പറയുമ്പോൾ അതിലൊരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഒരു ചീഫ് ഉണ്ടാവും. ആ കാര്യങ്ങൾ നമുക്ക് വരാം. ദ രാജ്യസഭ ഓർ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഓർ ദ സെക്കൻഡ് ചേംബർ ഓർ അപ്പർ ഹൗസ് ഓർ ഹൗസ് ഓഫ് എൽഡേഴ്സ് ഓൾ റെപ്രസെൻറ്റ്സ് ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ രാജ്യസഭൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ആണ്. അപ്പോൾ അതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിനെയാണ്. ആൻഡ് ദ ലോക്സഭ, ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഓർ ദ ഫസ്റ്റ് ചേംബർ ഓർ ലോവർ ഹൗസ് ഓർ പോപ്പുലർ ഹൗസ് റെപ്രസെൻറ്റ്സ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആസ് എ ഹോൾ. അപ്പോൾ രാജ്യസഭ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും ആണെങ്കിൽ ലോക്സഭ റെപ്രസെൻ്റ് ചെയ്യുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യനാണ്. സോ ഈ 2 സഭകളും അല്ലെങ്കിൽ ഈ 2 ഹൗസസും ആണ് ഈ പറയുന്ന അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ്. ഈ 2 ഹൗസസ് ആണ് പാർലമെന്റിൽ വരുന്ന 2 കാര്യങ്ങൾ. ദെൻ പ്ലസ് പ്രസിഡന്റ്. ഇത്രയാണ് പാർലമെന്റ് എന്ന ഓർഗനൈസേഷനിൽ വരുന്നത്. ദോ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഡസ് നോട്ട് സിറ്റ് ഇൻ ദ പാർലമെന്റ് ടു അറ്റൻഡ് ഇറ്റ്സ് മീറ്റിംഗ്, ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പാർലമെന്റ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. പ്രസിഡന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഓഫ് ദിസ് പാർലമെന്റ്. അല്ല, പ്രൈം മിനിസ്റ്റർ മെമ്പർ ഓഫ് പാർലമെന്റിൽ മീൻസ് ലോക്സഭയിൽ മെമ്പറാണ് അല്ലെ, അതുപോലെ വൈസ് പ്രസിഡന്റും ആണ്. ബട്ട് പ്രസിഡന്റ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി പാർലമെന്റ് ഓർ എയ്തർ ഓഫ് ദി ഹൗസസ്. ഓക്കെ, ബട്ട് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി പാർലമെന്റ്. അപ്പോൾ പാർലമെന്റ് പറയുമ്പോൾ പ്രസിഡന്റും ഈ 2 സഭകളും അടങ്ങുന്നതാണ്. ദിസ് ഈസ് ബിക്കോസ് a bill passed by both the House of Parliament cannot become law without the consent of the President. നമുക്കറിയാം, ബിൽ പാസേജിന്റെ കാര്യം നമ്മൾ നോക്കിയതാണല്ലേ. when a bill is passed in Lok Sabha, it should be signed by the President അല്ലെ. പ്രസിഡന്റ് സൈൻ ചെയ്യണം. അത് മാത്രമല്ല, ഇത് അതിൻ്റെ ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ രാജ്യസഭയിലും കൂടി അത് ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കണം. എന്നാൽ മാത്രമേ ആ ബില്ല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാസ്സാക്കാൻ വേണ്ടി പറ്റും അല്ലെ, അംഗീകരിക്കാൻ വേണ്ടി പറ്റും. സോ ഈ പ്രസിഡന്റ് കൺസെന്റ് ഇല്ലാണ്ട് ഇത് ബില്ല് പാസ്സാക്കാൻ വേണ്ടി പറ്റില്ല. സോ ഈസ് ഹാവിങ് എൻ ഇന്റഗ്രൽ റോൾ ഇൻ ദ പാർലമെന്റ്. സോ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് ലോക്സഭ, രാജ്യസഭ ആൻഡ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. He also performs certain functions of parliament. For example, he summons, prorogues both the houses, dissolves the Lok Sabha, addresses both the houses, issues ordinance when they are not in session and so on. So already നമ്മൾ while discussing about the president, after all the election for the first meeting, ഫസ്റ്റ് തന്നെ ഈ സഭകൾ കൺവീൻ ചെയ്യുമ്പോൾ ദ പ്രസിഡന്റ് ഇവരെ അഡ്രസ് ചെയ്യും. ഓക്കെ, എല്ലാ ഓൾസോ ഓൺ എവറി ഇയർ ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓൾസോ വിൽ ബി അഡ്രസ്സിംഗ് ദി കാൻഡിഡേറ്റ്സ് ഓഫ് ദി ഓർ മെമ്പേഴ്സ് ഓഫ് ദിസ് ബോത്ത് ദി ഹൗസസ്. അപ്പോൾ അങ്ങനെ പ്രസിഡന്റ് ഇവരെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അവരുടെ ഇപ്പോൾ ഈ പാർലമെന്റിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്രസിഡന്റിൽ നമ്മൾ നോക്കിയാൽ, ബിക്കോസ് ഈ സഭകൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ അത്
അത് എൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അത് നീട്ടിവെക്കുന്നതിനെ കുറിച്ചിട്ട്, സഭാപ്രവർത്തനം നീട്ടിവെക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ പ്രസിഡന്റ് ഉണ്ട്. ഓക്കെ, സോ he is having the right to summon or prorogue both the houses or dissolve the activities of the both the dissolve the activities of the Lok Sabha. And also he will be addressing the houses അല്ലെ, ഇലക്ഷന് ശേഷം അഡ്രസ് ചെയ്യും, എല്ലാ വർഷവും ആദ്യം എന്തായാലും നിർബന്ധമായിട്ട് അഡ്രസ് ചെയ്യും. And also he can issue ordinance when they are not in session and so on. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. പാർലമെന്റ് ഫങ്ഷനിൽ പ്രസിഡന്റിന്റെ റോൾ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കോമ്പോസിഷൻ ഓഫ് പാർലമെന്റ്. ആക്ച്വലി പാർലമെന്റ് പറഞ്ഞാൽ രണ്ടിന്റെ കോമ്പോസിഷൻ ആണല്ലോ മെയിനായിട്ട്. പ്രസിഡന്റ് ഉണ്ട്, പിന്നെ കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. So the composition of parliament has been discussed under the following two heads. That is composition of Rajya Sabha and composition of Lok Sabha. അതിൻ്റെ സമ്മേഷൻ അല്ലെ അതിൻ്റെ ടോട്ടലാണ് കോമ്പോസിഷൻ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. So coming to the first one, composition of Rajya Sabha. So we know that the maximum strength of Rajya Sabha is it's a fixed strength, that is 250 അല്ലെ. 250 ആണ് ടോട്ടൽ മെമ്പേഴ്സ് ഇൻ രാജ്യസഭ. ഇപ്പോൾ രാജ്യസഭയിലേക്ക് നമുക്കറിയാം, രാജ്യസഭ MP ആയിട്ട് എലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫീൽഡിലുള്ളവർ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ടുണ്ട്, സുരേഷ് ഗോപി വന്നിട്ടുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഇപ്പോൾ ലിറ്ററേച്ചർ ആവാം, കൾച്ചറൽ മീൻസ് സ്പോർട്സ് ആവാം, ആർട്സ് ആവാം, ഈ ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്നതിൻ്റെ മെമ്പേഴ്സ് ആയിട്ട് വരാറുണ്ടല്ലേ. ബട്ട് വി നോ ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ രാജ്യസഭ ഈസ് ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് ഈസ് 250, ഔട്ട് ഓഫ് വിച്ച് 238 are to be representatives of the states and union territories. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഈ 250-ൽ 238 വരുന്നത്. ആൻഡ് ദ 12 ആർ നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പ്രസിഡന്റ് അതിൽ നോക്കിയതാണ്. പ്രസിഡന്റിന് 12 നോമിനേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. പ്രസിഡന്റ് നോമിനേഷനിലാണ് ഇതുപോലത്തെ ബിയോണ്ട് പൊളിറ്റിക്സ് the people are coming into the sabhas based on their contributions or their excellence in the different field of activities what they represents. ഓക്കെ, അപ്പോൾ അവർ ഉള്ള സ്പോർട്സ് ആയാലോ ആർട്സ് ആയാലോ ലിറ്ററേച്ചർ ആയാലോ അതിലില്ല അവരുടെ പ്രാഗൽഭ്യവും ഈ മഹത്വമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈ 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, റിമൈനിങ് 238 are representatives of the states and union territories elected indirectly ആയിട്ട് എലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻ രാജ്യസഭ ആർ elected by the elected members of state legislative assemblies. നമുക്കറിയാം, രാജ്യസഭയിലേക്ക് നമ്മളെ കേരളത്തിൽ നിന്ന് 3 പേരെ എലക്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്? ദേ ആർ elected by the state legislative assemblies. ഓക്കെ, സോ ഇത് എലക്ഷൻ ഈസ് ഹെൽഡ് ഇൻ അക്കോർഡൻസ്. അപ്പോൾ ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോകുന്ന ഒരാൾ കേരളത്തിലെ ഒരാളാണെന്ന് വെച്ചിട്ട് അയാൾ കേരളത്തിൻ്റെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ എലക്ട് ചെയ്ത ആളാവണമെന്നില്ല. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഇപ്പോൾ BJP MPs NDA MPs നോക്കിയാൽ അവർ വേറെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് MP ആയിട്ട് എലക്ട് ചെയ്ത ആൾക്കാരാണ്. കേരളത്തിലെ വ്യക്തികളാണ്, പക്ഷേ വേറെ സ്റ്റേറ്റിൻ്റെ MP കാൻഡിഡേറ്റ്ഷിപ്പിൽ പോകുന്ന ആൾക്കാരാണ്. The representatives of state Rajya Sabha are elected by the elected members of state legislative assemblies. State legislative assemblies MLAs ആണ് അവർ എലക്ട് ചെയ്യുന്നത്. The election is held in accordance with the system of proportional representation by means of single transferable vote. അപ്പോൾ യൂഷ്വലായിട്ട് നമ്മളെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ ആണ് ഹിയർ ഓൾസോ they are following. That is according to the system of proportional representation means of single transferable vote. ആ ഒരു സിസ്റ്റം ഓഫ് വോട്ടിംഗ് ആണ് ഈ MP വോട്ടിംഗ് അല്ലെങ്കിൽ MP ഇലക്ഷന് വേണ്ടി ഈ പറയുന്ന രാജ്യസഭ MP ഇലക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. The seats are allotted to the states in Rajya Sabha on the basis of population. So what is the number of seats for each state to elect Rajya Sabha MPs? ഒരു സ്റ്റേറ്റ് രാജ്യസഭ MPs എത്ര എണ്ണം എന്ന് തീരുമാനിക്കുന്നത് is based on the population of that state. Second on representation of union territories. So composition of Rajya Sabha means it includes the representation of state, representation of union territories and other nominees by the president.
The representatives of each union territory in Rajya Sabha are indirectly elected by members of an electoral college specially constituted for the purpose. So electoral college means who all are having the right to vote or right to elect a particular person. അപ്പോൾ അതിന് റൈറ്റ് ഉള്ള ആ വരുന്ന ഹൗസസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാൻസിനാണ് ഇതിൽ റൈറ്റ് ഉള്ളത് അതിനെയാണ് നമ്മൾ ഈ ഇലക്ടോറൽ കോളേജ് എന്ന് പറയുന്നത്. ഫോർ ദ പ്രസിഡന്റ് ഇലക്ഷൻ ദർ ഇസ് എൻ ഇലക്ടോറൽ കോളേജ്. ഫോർ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ദർ ഇസ് അനദർ ഇലക്ടോറൽ കോളേജ്. അപ്പോൾ അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇലക്ഷൻ വരുന്നത്. സോ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഇലക്ഷൻ വരുമ്പോൾ യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ രാജ്യസഭയിൽ കൊണ്ടുവരുമ്പോൾ ദർ ഇസ് ദേ ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ് ഓഫ് an electoral college including certain members. So these members, these representatives of each union territories in Rajya Sabha will be indirectly elected by the members, by these members of this specially constituted electoral college. This election is also held in accordance with the system of proportional representation by means of single transferable vote. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സിസ്റ്റം ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വോട്ടിംഗ് സിസ്റ്റമാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഔട്ട് ഓഫ് 7 യൂണിയൻ ടെറിട്ടറീസ് ഓൺലി ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി ഹാവ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ രാജ്യസഭ. നമുക്ക് 7 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. ഔട്ട് ഓഫ് ദാറ്റ് ഓർ എമംഗ് ദാറ്റ് ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി ആർ ഹാവിങ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി രാജ്യസഭ. ഈ 2 യൂണിയൻ ടെറിട്ടറീസിനും രാജ്യസഭ MPs ഉണ്ട്. The populations of other 5 union territories are too small to have any representatives in the Rajya Sabha. So we know that from each state the representation is going accordance with the population of that state. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 3 ആണെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് കേരള. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കുറച്ചധികം ഉണ്ടാവും. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. So similarly from union territories also it is based on the population of that particular union territories. So only Delhi and this Pondicherry out of the 7 union territories are having that sufficient population strength in order to nominate or elect a member to the Rajya Sabha. Other 5 union territories, the population is too small to have a representative. Then third one is nominated members. So we know that the president can nominate 12 members other than the out of the 250 അല്ലെ 238 കൂടാണ്ട് ബാക്കിയുള്ള 12 എണ്ണം നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. The president nominates 12 members to the Rajya Sabha from people who have special knowledge or practical experience in art, literature, science and social service. നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ ലിറ്ററേച്ചർ ഫീൽഡ്, ആർട്ട് ഫീൽഡ്, മൂവീസ് അല്ല മീൻസ് ഈ ആർട്ട് ഫീൽഡ്, ഐ മീൻ സ്പോർട്സ് ഫീൽഡ്, ഗെയിംസ് ഫീൽഡ്, ഈ ഫീൽഡിനെല്ലാം ഉള്ള എക്സ്പേർട്സിനാ അല്ലെങ്കിൽ ഇതിലുള്ള നോളജുള്ള സ്പെഷ്യൽ നോളജുള്ള ആൾക്കാരാ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എക്സ്പോഷർ ഉള്ള ആൾക്കാരാ അങ്ങനെ 12 പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ദ ജസ്റ്റിഫിക്കേഷൻ ബിഹൈൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് നോമിനേഷൻ ഈസ് ടു പ്രൊവൈഡ് എമിനൻറ്റ് പേഴ്സൺസ് എ പ്ലേസ് ഇൻ രാജ്യസഭ വിത്തൗട്ട് ഗോയിങ് ത്രൂ ദ പ്രോസസ് ഓഫ് എലക്ഷൻ. എലക്ഷൻ പ്രോസസ്സ് കൂടാണ്ട് ഡയറക്റ്റ് നോമിനേഷൻസ് ആണ് ഇവരൊക്കെ. ബാക്കിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ട്രാൻസ്ഫറൽ വോട്ടിംഗ് സിസ്റ്റം എന്നൊരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് എലക്ട് ചെയ്ത് വരുന്നത് അല്ലേ. സോ ഇൻ ഓർഡർ ടു ഹാവ് അപ്പോൾ ഇത്തരത്തിലുള്ള പോപ്പുലർ ആൾക്കാർ ബിയോണ്ട് പൊളിറ്റിക്സ്, ബിയോണ്ട് അതർ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദർ എക്സ്പോഷർ ടു ദിസ് പർട്ടിക്കുലർ ഫീൽഡ്സ് ഓഫ് ലിറ്ററേച്ചർ, ആർട്സ്, സ്പോർട്സ്, ഗെയിംസ് ആൻഡ് ഓൾ, ഒരു 12 ആൾക്കാരെ കൂടി അതിനുള്ള ഒരു അവർക്ക് ഒരു അവകാശം, ഒരു അംഗീകാരം പോലെ അവർക്ക് ഇതിലേക്ക് എലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. മീൻസ് വിത്തൗട്ട് എനി പ്രോസസ് ഓഫ് എലക്ഷൻ. So they are nominated members. So the composition of Rajya Sabha, it includes, there are total 250 members, out of which 238 are representative from the state and union territories, which they are elected indirectly, and 12 members are nominated by the president directly. So it includes representation of the state, representation of union territories, and nominated members by the president. അതായത് 12 ആള്. Next one is composition of Lok Sabha. Similarly, Lok Sabha is also a composition of different representatives. Okay, so composition of parliament includes the president, the composition of Rajya Sabha, and composition of Lok Sabha. Composition of Rajya Sabhയിലേക്ക് കുറേ മെമ്പേഴ്സിനെ എലക്ട് ചെയ്തു, ആരൊക്കെയാ നോക്കി. Similarly, for composition of Lok Sabha, the maximum strength of the Lok Sabha is fixed to 552.
552 ആണ് ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത്. ഔട്ട് ഓഫ് ദിസ് 530 members are the representatives of the state. ഇതിലും അതുപോലെ തന്നെയാണ്. ഔട്ട് ഓഫ് 552 530 members are representatives of the state, 20 members are representatives of the union territories, and 2 members are nominated by the president from the Anglo-Indian community. Okay. അപ്പോൾ നോക്കിയേ, here 530 members are representatives of the states, 20 members are representatives of the union territories, and 2 members are nominated by the president from the Anglo-Indian community. So that is how the representations in Lok Sabha. At present, the Lok Sabha has 545 members. Of these, 530 members represent the state, 13 members represent the union territories, and 2 Anglo-Indian members are nominated by the president. Next one is representation of states. State representation ഏതൊക്കെയാണ്? The representatives of states in the Lok Sabha are directly elected by the people from the constituencies in the states. The election is based on the principle of universal adult franchise. Every Indian citizen who is 18 years of age or above and who is not disqualified under the provisions of the constitution or any law is eligible to vote at such elections. MP election അല്ലെ, അല്ലെങ്കിൽ പറഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. 18 വയസ്സിന് മുകളിലെല്ലാവർക്കും ഈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്ന ഇതിൽ അല്ലെ, അഡൾട്ടായ എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വോട്ടവകാശമുണ്ട്. വി ഹാവ് ദി റെപ്രസെൻറ്റേഷൻ ടു we have the right to vote അല്ലെ ഇൻ ലോക്സഭ ഇലക്ഷൻ അല്ലെ. അപ്പോൾ നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ലോക്സഭ ഇലക്ഷനിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നില്ല അല്ലെ. That is the representation of the state. These members are these 530 members are the representation from the state. Then representation of union territories. The representatives of union territories in the Lok Sabha are also directly elected by the people from the constituencies in the union territories. So as in the state സിറ്റിസൺസിലൊക്കെ എങ്ങനെയാണോ ലോക്സഭ ഇലക്ഷനിൽ ഭാഗമാകാൻ വേണ്ടി പറ്റുന്നത്, സിമിലർലി യൂണിയൻ ടെറിട്ടറീസിലുള്ള സിറ്റിസൺസിനും അവിടുത്തെ MP-മാരെ എലക്ട് ചെയ്യാനുള്ള ഡയറക്റ്റ്ലി എലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. The representatives of the union territories in the Lok Sabha are also directly elected by the people from the constituencies in the union territories. രാജ്യസഭയിലേക്കാണ് 2 യൂണിയൻ ടെറിട്ടറീസിൽ മാത്രം പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. Nominated members. Next one is nominated member by the President of India. The President can nominate 2 members from the Anglo-Indian community. So പ്രസിഡന്റിന് 2 അവകാശം ഉണ്ടെന്നാണ്, 2 ആളെ എലക്ട് ചെയ്യാൻ. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 2 ആളെ എലക്ട് ചെയ്യാൻ. If the community is not adequately represented in the Lok Sabha, മീൻസ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ആരും ഈ പറയുന്ന എലക്റ്റഡ് മെമ്പേഴ്സിലൊന്നും ഇല്ലെങ്കിൽ 2 പേരെ റെപ്രസെന്റ് ചെയ്യാൻ മീൻസ് നോമിനേറ്റ് ചെയ്യാനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. ഓക്കെ. So that is about the composition of Lok Sabha. So composition of parliament consists of the composition of 2 heads, that is composition of Rajya Sabha and composition of Lok Sabha. And both of these Lok Sabha, Rajya Sabha and Lok Sabha, that composition that includes 3 representatives, that is representatives from the states, representatives from the union territories, and representatives by the president, that is nominated members. ഇത്രയും കാര്യങ്ങൾ രണ്ടിലുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡ്യൂറേഷൻ ഓഫ് രാജ്യസഭ. എത്രയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ? രാജ്യസഭ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1952. 1952 ഫസ്റ്റ് രാജ്യസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. It is a continuing chamber, that is, it is permanent body and not subjected to dissolution. However, 1/3 of its members retire every second year. Their seats are filled up by fresh elections and presidential nominations at the beginning of every 3rd year. അപ്പോൾ എവരി 3rd ഇയറിലായിരിക്കും അവിടെയുള്ള പുതിയ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ അതിൽ 1/3 ആൾക്കാർ റിട്ടയർമെന്റിൽ വരുന്ന ആൾക്കാരായിരിക്കും. ആ രീതിയിലാണ് അതിലേക്ക് ആൾക്കാരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതായത് ഓരോ 2 വർഷം കഴിയുമ്പോഴും അതിലെ 1/3 ആൾക്കാരെന്താവും, റിട്ടയർമെന്റ് കാലം എത്തിയിട്ടുണ്ടാവും അവരെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അടുത്ത ആളെ ഫ്രഷ് എലക്ഷൻ 3rd ഇയർ നടത്തുന്നത്.
The retiring members are eligible for re-election and nominations any number of times. സെയിം മെമ്പർ ആണെങ്കിൽ വീണ്ടും അവരെ കാലാവധി കഴിഞ്ഞ് റിട്ടയർഡ് ആവുന്നതാണ്. റിട്ടയറിംഗ് മെമ്പേഴ്സിന് വീണ്ടും എലിജിബിലിറ്റി ഉണ്ട്, റീ എലക്ഷൻ അല്ലെങ്കിൽ പുതിയ നോമിനേഷൻസിന് എലിജിബിലിറ്റി ഉണ്ട്. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് എ മെമ്പർ ഓഫ് രാജ്യസഭ ഷാൾ ബി 6 years. 6 വർഷമാണ് രാജ്യസഭ എം പിമാരുടെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അത് 1/3 എന്ന രീതിയിൽ മെമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് അവിടെ ഉള്ള ഈ എലക്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഓരോ 2 വർഷം കഴിയുമ്പോഴും 3-ാമത്തെ വർഷം ഇതിലേക്കുള്ള നോമിനേഷൻ പോകുന്ന രീതിയിലായിരിക്കും അവിടെയുള്ള ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ എപ്പോഴും 3 വർഷം കൂടുമ്പോൾ അതിലെ മെമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. In the first batch, the term of members was decided by notary as to who should retire. Duration of Lok Sabha. Similarly, Lok Sabhയും അതുപോലെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. The normal term of Lok Sabha is 5 years. നമുക്കറിയാം term of duration of Lok Sabha എന്ന് പറയുന്നത് 5 years ആണ്. The normal term of Lok Sabha is 5 years from the date of its first meeting after the general election, after which it dissolves automatically. So after 5 years automatically അത് പിരിച്ചുവിടും അല്ലെ, പിരിച്ചുവിട്ട ഇതിലായിരിക്കും ഉണ്ടാവുക, സ്റ്റാറ്റസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോർമൽ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 5 years ആണ് ഇതിൻ്റെ ടേം. However, the President is authorized to dissolve the Lok Sabha at any time before the completion of 5 years, and this cannot be challenged in a court of law. But already we have gone through during we are learning about the President. President is having the right to start or this is the right to dissolve the meetings or dissolve the Lok Sabha. Okay, before completion of the 5 years itself, അതിനെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. And it cannot be challenged by the court of law. അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. Further, the term of Lok Sabha can be extended during the period of national emergency for any length of time. ഇതുപോലത്തെ വല്ല അടിയന്തരാവസ്ഥ പോലത്തെ നാഷണൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ we can extend the term of Lok Sabha to any length of time. However, this extension cannot be continued beyond a period of 6 months after the emergency ceased to operate. എമർജൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ 6 months കൂടുതൽ അത് നീട്ടാൻ വേണ്ടി പറ്റത്തുമില്ല. സോ അങ്ങനെയാണ് ലോക്സഭേൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. രാജ്യസഭ ഡ്യൂറേഷൻ ഈസ് ഫോർ 6 years and ലോക്സഭ ഡ്യൂറേഷൻ ഈസ് ഫോർ 5 years. So after 5 years in Lok Sabha, after 5 years automatically the group will be അത് ഓട്ടോമാറ്റിക്കലി അത് ഡിസോൾവ് ആയി പോകും. അത് അല്ല പിരിച്ചുവിട്ട ഒരു പ്രതീതി ആയിരിക്കും. The President is authorized to dissolve the Lok Sabha at any time before the completion of the 5 years, and it cannot be challenged by the court also. But again, in case of some national emergencies and all, Lok Sabha, the duration can be extended to any length of time, but it cannot be extended beyond 6 months after ceasing of this emergency. രാജ്യസഭേൻ്റെ കേസിലാണെങ്കിൽ 1/3 will be retiring on every second year. So third year there will be election for this 1/3 members. Next is qualification and disqualification of memberships. So how എങ്ങനെയാണ് പാർലമെന്റ് മെമ്പേഴ്സ് ക്വാളിഫൈ ആവുന്നതും അതുപോലെ ഡിസ്ക്വാളിഫൈ ആവുന്നതും. So first one, coming to the qualification of members of parliament. First one, in order to qualify to the parliament, he must be a citizen of India. So first point, he must be not less than 30 years of age in the case of Rajya Sabha and not less than 25 years of age in case of Lok Sabha. So Lok Sabha minimum age requirement it is 25, and in Rajya Sabha the minimum age requirement is 30, and all the any citizen he must be a citizen of India. The person electing or nominating to both the houses or either of the houses should be a citizen of India.
ഇതാണ് ആ കണ്ടീഷൻ, ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 ക്വാളിഫിക്കേഷൻ ഇതാണ്, ഏജും സിറ്റിസൺ ആണെന്നുള്ളത്. He must make an oath before the person authorized by the Election Commission to bear true faith on the Constitution of India and to uphold the sovereignty and integrity of India. So, as done by all other പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുമ്പോഴും പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പോകുമ്പോഴും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുമ്പോഴും ഒക്കെ there is an oath or an affirmation to be taken by these elected members. Similarly, for these elected members of Rajya Sabha and Lok Sabha, they have to take an oath in front of the, or it is oath administered by a person authorized by the election commission of the country in order to bear true faith on the Constitution of India and uphold the sovereignty and integrity of India. Okay. And also, there are certain qualifications prescribed by the Parliament to be a member of the Parliament. So, the member electing for this position or nominating for this position should possess all those qualifications which are prescribed by the Parliament also. So, these are the different qualifications of members of Parliament. So, coming to the disqualifications of members of Parliament. So, also a member of the Parliament can be disqualified at any time based on the certain disqualifications criteria. എന്തെങ്കിലും പ്രവൃത്തി മൂലം ഡിസ്ക്വാളിഫൈ ആവാൻ പറ്റും. We know that there are many, എല്ലാ ആൾക്കാരും ഡിസ്ക്വാളിഫൈ ആവാം. അല്ല, even after the nomination, even after taking into the office, they can be disqualified. Even we have learned about the impeachment of the president, how we can impeach him. So there are also disqualifications of members of Parliament. എന്തൊക്കെയാന്ന് നോക്കാം. A person shall be disqualified for being elected as a member of the Parliament. 1. If he holds any office of profit under the government, except that of a minister or any other office exempted by the Parliament. പാർലമെന്റ് എക്സംഷൻ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, he will be disqualified. So he should not hold any office of profit under the government except that of the minister or any other office exempted by the Parliament. So that is one criteria. If he is of unsound mind which declared by a court, means നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത്. അബ്നോർമൽ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈഡ് ആവും പിന്നീട്. ഇഫ് ഹി ഈസ് എ ബാങ്ക്രപ്റ്റ്, അപ്പോൾ ബാങ്ക്രപ്റ്റ് ആവരുത്, അതാണ് അടുത്ത ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഇത് പറയുന്നത്. ഇഫ് ഹി ഈസ് നോട്ട് എ citizen of India or has voluntarily acquired the citizenship of a foreign state. Automatically citizen ആയിരിക്കണം. If not a citizen, automatically it will be disqualification ആണ്. It is not coming in the qualification criteria വരുന്ന കാര്യമാണല്ലേ. Also, he sometimes he may acquired citizenship of a foreign state. So that also will lead to that. If he is having such a voluntary disqualification of the, that also will lead to the disqualification of the position of the member. Okay. Then, if he is disqualified under any law made by Parliament, if he is disqualified under any law made by Parliament. ഇപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് അബൌട്ട് ദി പാർലമെൻ്റ് ആയിരുന്നു. സോ അറ്റോർണി ജനറൽ ഇറ്റ്സ് കമ്മിങ് ഓൺ ദി യൂണിയൻ എക്സിക്യൂട്ടീവ് ആൻഡ് പാർലമെൻറ്റ് ഈസ് ദി യൂണിയൻ ലെജിസ്ലേച്ചർ. യൂണിയൻ ലെജിസ്ലേറ്ററിനെ പാർലമെൻറ്റ് പറയുന്നത്. Regarding the parliament is dealing in the article 79 to 122. So it involves the constitution. It involves the organization, composition, duration, officers, procedures, and all other powers, etc. related to the parliament. It consists of the president, Rajya Sabha, and Lok Sabha. And regarding other organization, the president is having even though he is not an integral part of any of these houses, he is having the right to control these two sabhas or these two houses. And coming to the composition of parliament, it includes the president plus the composition of Rajya Sabha and the composition of Lok Sabha. Coming to composition of Rajya Sabha, 250 members, out of which 238 are representatives of the state and union territories. 12 are nominated by the president. So Rajya Sabha includes the representatives of the states
the representations of union territories, and nominated members. Similarly, so there are 12 nominated members in Rajya Sabha. But coming to the composition of Lok Sabha, there are total 552 members, out of which 530 members are representatives from the state and 20 members are representatives from the union territories, and 2 members are nominated by the president from the Anglo-Indian communities. So the composition includes the representation from state, representation from union territories, and the nominated members. The two nominated members are nominated by the president. If there is our Anglo-Indian community in adequate representation Lok Sabha ഇല്ലെങ്കിൽ he can nominate 2 members. The duration of Rajya Sabha, it is 6 years, and duration of Lok Sabha is for 5 years. But the president is authorized to dissolve the Lok Sabha before the time period, and also during the time of any emergency, that period of the duration of the Lok Sabha can be extended, but not beyond 6 months after the ceasing of the emergency. Then coming to the qualification of the members, the members, in order to be a member of this Rajya Sabha or Lok Sabha, he should be a citizen of India. He should have a 30 years of age in order to be nominated in Rajya Sabha, and 25 years of age in case of Lok Sabha. And also, like every other nominated members, elected members, they also have to take a oath or an affirmation in front of the person authorized by the election commission, and also you should possess the qualification prescribed by the parliament. Coming to the disqualification, he will be disqualified if he holds any office of profit under the government, if he is having an unsound mind, if he is a bankrupt, if he is a citizen, if he is not a citizen of India, or if he is having a voluntarily acquired citizenship of any other country, and also he will be disqualified if he is disqualified under any law made by parliament. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷനിൽ വരുന്നത്. ഇനിയുണ്ട് സാലറീസ്, അലവൻസസ്, and presiding officers, etc. and all we will be discussing in the next class.